കേരള ചരിത്രത്തിൽ സവിശേഷതകളേറെയുള്ള പഴയ നാട്ടുരാജ്യമായ നമ്മുടെ വെട്ടത്തുനാടിൻ്റെ സാംസ്കാരിക പൈതൃകം എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണല്ലോ. ഒരു കാലത്ത് ഇന്നത്തെ കേരളം മുഴുവൻ വ്യാപിച്ചു കിടന്നിരുന്ന ചേര രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു 8 കാതം നീണ്ടു കിടന്നിരുന്ന നമ്മുടെ വെട്ടത്തുനാട്. ഈ നാടിൻ്റെ സമ്പൽ സമൃദ്ധിക്ക് നിദാനമായിട്ടുള്ളത് വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന നീണ്ട കടലോരവും കൃഷിയും സസ്യസമൃദ്ധിയും ആയിരുന്നു. ഈ വെട്ടത്തുനാട്ടിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങളും മറ്റു നാണ്യവിളകളും പഴയ കൊടുങ്ങല്ലൂർ തുറമുഖം വഴി കയറ്റി അയച്ചിരുന്നതായി ചരിത്രം പറയുന്നു. ഇതൊക്കെ ചരിത്രമുറങ്ങുന്ന നമ്മുടെ നാടിനെപ്പറ്റി അഭിമാനത്തോടെ ഓർക്കാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ കാലഗതിക്കനുസരിച്ച് രാഷ്ട്രീയ മാറ്റങ്ങളും ഇന്ത്യൻ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം വന്നു. പാശ്ചാത്തല സൗകര്യങ്ങളും ഗതാഗത സൗകര്യങ്ങളും വാർത്താ വിതരണ മാർഗങ്ങളും വർദ്ധിച്ചു. സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഏറെ പുരോഗമിച്ചു. ഗൾഫ് വരുമാനം നാട്ടിൽ അവിചാരിതമായ മാറ്റങ്ങൾക്ക് നിദാനമായി. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിദാനമായി രാഷ്ട്രീയ ബോധവും സമ്പൽ സമൃദ്ധിയും ജീവിത നിലവാരവും വർദ്ധിച്ചു. അനവധി മത സാംസ്കാരിക ചാരിറ്റബിൾ സൊസൈറ്റികളും പ്രവർത്തനങ്ങളും നിലവിൽ വന്നു. അങ്ങനെ തീരദേശ പഞ്ചായത്തായ വെട്ടം കേന്ദ്രമായി നാട്ടിലെ പ്രബുദ്ധരും വിദ്യാഭ്യാസ സമ്പന്നരും സമാന ഹൃദയരുമായ തൗഹീദ് ഉൾക്കൊണ്ട അന്നത്തെ ഒരു പറ്റം യുവാക്കൾ നേതൃത്വം നൽകി 1988 രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ച ഒരു സംഘടനയാണ് ജമിയത്തുൽ ഖൈരിയ വൽ ഇസ്ലാമിയ, അതായത് ഇസ്ലാമിക് ചാരിറ്റബിൾ സൊസൈറ്റി വെട്ടം എന്ന സംഘടന. സർക്കാർ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ഈ സംഘടന നാട്ടിലെ ക്ഷേമകാര്യങ്ങൾക്ക് സഹായം നൽകി പ്രവർത്തനങ്ങളും തുടങ്ങി. 10 ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്ത് ധാരാളം വീടുകൾ അർഹരായ അംഗങ്ങളെ കണ്ടെത്തി നിർമ്മിച്ചു കൊടുത്തു. ജീവിത ഉപാധികളായ ഉപകരണങ്ങളും വളർത്തുമൃഗങ്ങളും വിതരണം ചെയ്തു. നിലാലംബരായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സഹായം നൽകി. അവരെ പഠിപ്പിച്ചു. അങ്ങനെ പലതും നിർവഹിച്ചു പോന്നു. കടബാധ്യതകൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം വ്യക്തികൾക്ക് ആശ്വാസമായി പലിശരഹിത നിധി തുടങ്ങുകയും അവർക്ക് കടമായി സംഖ്യ പലിശരഹിതമായി വിതരണം ചെയ്യുകയും ചെയ്തു പോന്നു. വെട്ടത്ത് നാട്ടിൽ ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തികളെ ഈ അവസരത്തിൽ ഒന്ന് പരിചയപ്പെടാം. CM മുഹമ്മദ്, വീരാൻകുട്ടി കെ, കാനൂർ വെട്ടം, KV മൂസക്കുട്ടി വെട്ടം, VT അബ്ദുൽ മജീദ് പടിയം, KT അബ്ദുൾ റസാഖ് എന്ന ബാബു കാനൂർ, K മുഹമ്മദ് കാസിം, KO ഹൈദർ അലി, KT മുഹമ്മദ് ഷാഫി, KTO അബ്ദുള്ള എന്ന കുഞ്ഞു, KTO മുഹമ്മദ് കുട്ടി, KTO സുൽഫിക്കർ അലി, KV ഹമീദ് റിയാസുദ്ദീൻ, KTO ജാസം അബ്ദുള്ള, VV റഷീദ് ഹാജി, KO മൈദു കാനൂർ, KP ഹംസ ഹാജി. കർഷകശ്രീ ജേതാവും BRC ഹോസ്പിറ്റൽ MDയുമായ ജനാബ് CM മുഹമ്മദ് എന്ന മോൻ സെക്രട്ടറിയും KSRTC ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ജനാബ് K വീരാൻകുട്ടി എന്നവർ പ്രസിഡന്റും ആയുള്ള കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു ഇതിൻ്റെയൊക്കെ ആദ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. സ്ഥാപനത്തിൻ്റെ തുടർച്ചയിലും തുടർന്നുള്ള പ്രവർത്തനത്തിലും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങളെ നിർദ്ദേശിക്കുകയും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്ത ധാരാളം വ്യക്തിത്വങ്ങൾ ഈ നാട്ടിലുണ്ട്. കാരണവന്മാരായ ആ വ്യക്തിത്വങ്ങളെ ഞങ്ങളൊന്ന് സ്മരിക്കാതിരിക്കാൻ ഈ അവസരത്തിൽ പറ്റില്ല. അവരെല്ലാം നമ്മളോട് വിട പറഞ്ഞവരാണ്. തുടക്കത്തിൽ സ്ഥലവും സൗകര്യവും നമുക്ക് വേണ്ടി ഒരുക്കി തന്ന വ്യക്തിത്വമാണ് ജനാബ് CK ഹമീദ് ഹാജി, PK കുഞ്ഞുട്ടി ഹാജി, CM കുഞ്ഞു മുഹമ്മദ് സാഹിബ്, KT ബാബു ഹാജി കാനൂർ, PP മുഹമ്മദ് കുട്ടി ആലിശ്ശേരി, KC അബൂബക്കർ ഹാജി കാനൂർ. ഇവരൊക്കെ നന്ദിയോടെ ഞങ്ങൾ ഇത്തരത്തിൽ സ്മരിക്കുകയും സർവശക്തന്റെ അനുഗ്രഹം ഇവരിൽ എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് നിങ്ങളെ മുന്നാകെ പ്രാർത്ഥിച്ചുകൊണ്ട്, മേൽ വിവരിച്ചവരെല്ലാം കൃത്യാന്തര ബാഹുല്യം അനുഭവപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിലും എല്ലാവരും ആവശ്യമായ സമയങ്ങളിൽ ഇടപെട്ട് നേതൃത്വം കൊടുക്കുന്നു.
ചിലർക്ക് യൗവനവും പ്രസരിപ്പും നഷ്ടപ്പെട്ടു തുടങ്ങിയതിനാൽ ഇപ്പോഴും പ്രവർത്തന പദത്തിലുണ്ട്. അൽഹംദുലില്ലാ, സർവശക്തൻ ദീർഘായുസ് നൽകുമാറാകട്ടെ. നാട്ടിലെ പ്രത്യുൽപ്പന്ന മതിത്വരായ പ്രവർത്തകർ ഇനിയും ഈ കമ്മിറ്റിയോട് സഹകരിച്ച് ചേർന്ന് പ്രവർത്തന പദത്തിലുണ്ടാവണമെന്നുകൂടി അപേക്ഷിക്കുന്നു. ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റി സംഘത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ AIP പദ്ധതി പ്രകാരം അഥവാ ഏരിയ ഇൻറ്റൻസീവ് പ്രോഗ്രാം ഫോർ മുസ്ലിം മൈനോറിറ്റി എഡ്യൂക്കേഷൻ സ്കീം പ്രകാരം LP വിഭാഗം അനുവദിച്ചിട്ടുകയും അത് ആരംഭിക്കുകയും ഒരു എയ്ഡഡ് സ്കൂളായി അംഗീകാരം കിട്ടി പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നു. ഈ AIP സ്കൂളിൻ്റെ HM-ആയി പ്രധാന അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്നത് NP ഫൈസൽ അദ്ദേഹമാണ്. ഫൈസൽ സാർ വളരെയധികം പ്രസിദ്ധിയും കീർത്തിയും മറ്റു ഇതര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ സ്ഥാപനം വളരെയധികം മികവിലെത്തിച്ച ഒരു അധ്യാപകനും കൂടിയാണ്. ഈ സ്ഥാപനങ്ങൾ ചരിത്രമുറങ്ങുന്ന കനോലി കനാലിൻ്റെ ഓരത്ത് അറബിക്കടലിൻ്റെ കുളിർത്തന്നലേറ്റ് സുന്ദരവും സുരഭിലവുമായ ശാന്തമായ പ്രദേശത്ത് വിശാലമായ കളിസ്ഥലവും തോട്ടങ്ങളും ഉൾക്കൊള്ളുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ വിശാലമായ വിവിധ ലൈബ്രറി, ലാബ്, ഓഡിറ്റോറിയം, മെറി ഗ്രൗണ്ട്, ഫുഡ് കോർട്ട് വിത്ത് കിച്ചൺ സൗകര്യങ്ങൾ തുടങ്ങിയ എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി കുട്ടികൾക്ക് അനുഗുണമായ രീതിയിൽ സൗകര്യം ഒരുക്കി കഴിയുന്നു. ഈ സ്ഥാപനങ്ങളെല്ലാം സാമൂഹ്യ പരിഷ്കർത്താവും സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ നിരന്തരമായി വാഗ്ധോരണി കൊണ്ട് പടനയിച്ച കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്തതുമായ വ്യക്തി വെട്ടം അബ്ദുള്ള ഹാജിയുടെ നാമത്തിലാണ് തുടങ്ങിയിട്ടുള്ളത്. KG വിഭാഗം 1988-ലും LP വിഭാഗം 1990-ലും തുടർന്ന് UP ഹൈസ്കൂൾ എന്നീ വിഭാഗങ്ങൾ തുടങ്ങി അത് അംഗീകാരം വാങ്ങുകയും ചെയ്തു പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇവിടെ വർഷങ്ങളായി തുടങ്ങിവെച്ച സ്ഥാപനത്തിൽ മുമ്പേ പ്രവർത്തിച്ചിരുന്ന പല പ്രധാന അധ്യാപകരെ പറ്റിയും നമുക്കൊന്ന് സ്മരിക്കാമല്ലോ. LP വിഭാഗത്തിൽ ആദ്യമായി തുടങ്ങിയ ഹെഡ് മാസ്റ്റർ C. മൊയ്തീൻകുട്ടി മാസ്റ്റർ BP അങ്ങാടി, C. മുഹമ്മദ് അബ്ദുള്ള മാസ്റ്റർ വെട്ടം, ഹംസ മാസ്റ്റർ മീനടുത്തൂർ, അബ്ദുല്ലക്കുട്ടി മാസ്റ്റർ, മുജീബ് MK, മണിയപ്പൻ സാർ, പ്രസന്നൻ സാർ, സൈനുദ്ദീൻ സാർ, നമ്മുടെ നാട്ടുകാരനും അഭ്യുദയകാംക്ഷിയുമായ ആലത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ച് പോന്ന പ്രിൻസിപ്പൽ ശ്രീ ജബ്ബാർ സാർ ആണ് ഹെഡ്മാഷായി തുടരുന്നത്. സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്തവരും സംഘം നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റും സഹായ സഹകരണങ്ങൾ ചെയ്ത മാന്യ വ്യക്തിത്വങ്ങൾ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലില്ല. അവരെല്ലാം മരിച്ചുപോയി. അവരെപ്പറ്റി നമുക്കൊന്ന് സ്മരിക്കാം. KTO അബ്ദുറഹിമാൻ കുട്ടി എന്ന കുഞ്ഞാപ്പുട്ടിയാക്ക, VV അബ്ദുൽ നാസർ, KV അബ്ദുൽ മജീദ്, PK അബ്ദുസലാം, ടൈലർ അബു അലിശ്ശേരി എന്നിവരാണ് നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയവർ. ആകസ്മികമായ ഇവരുടെ മരണം നമുക്ക് വലിയ വേർപാടുണ്ടാക്കിയിട്ടുണ്ട്. സംഘത്തിൻ്റെ പ്രവർത്തനത്തിലും നമ്മുടെ സ്ഥാപനങ്ങളുടെ ഉയർച്ചയിലും ഇവരുടെ പങ്കും സഹകരണവും വിലമതിക്കാനാവാത്തതാണ്. ഇവർക്ക് വേണ്ടി നമുക്ക് ഇപ്പോൾ സർവശക്തനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ KGയിലും മോണ്ടിസോറിയിലും പഠിക്കുന്ന പിഞ്ചോമന കുഞ്ഞുങ്ങളുടെയും LP, UP, ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും പഠന മികവിനെയും കലാകായിക ശേഷിപ്പുകളെയും പഠന താൽപര്യത്തെയും വർദ്ധിപ്പിക്കുന്നതിന് സ്ഥാപനത്തിൽ വിവിധ പരിപാടികൾ നടത്തുക പതിവാണ്. പ്രവേശനോത്സവം, ഇംഗ്ലീഷ് ക്ലബ് ഡേ ഉത്സവം, മെഹന്തി മഹോത്സവം, രക്ഷാകർതൃ ദിനാചരണങ്ങൾ, കളേഴ്സ് ഡേ, വെജിറ്റബിൾ ഡേ, സ്പോർട്സ് ഡേ, ശലഭോത്സവം, പഠനോത്സവം, അങ്ങനെ അനവധി. അതോടൊപ്പം അവസാനമായി കുട്ടികൾക്ക് വേണ്ടി കോൺവെക്കേഷൻ ഡേ അവയും നടത്തുന്നു. കാലാനുസൃതമായ മാറ്റങ്ങൾ അനിവാര്യമായതിനാൽ നമ്മുടെ LP സെക്ഷൻ 1 മുതൽ 4 വരെ അത് CBSE സിലബസ് അംഗീകരിച്ച് പഠന പ്രവർത്തനങ്ങളും പാഠ്യപ്രവർത്തനങ്ങളും തുടങ്ങാൻ തീരുമാനിച്ച വിധം മാന്യരക്ഷിതാക്കളെ
സസ്നേഹം അറിയിക്കുന്നു. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ 23 SSLC ബാച്ചുകൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയിട്ടുണ്ട്. ഈ 23 ബാച്ചിലും 100% വിജയം, തുടർച്ചയായി 100% വിജയം കരസ്ഥമാക്കി എന്നുള്ളത് നമുക്ക് അവകാശപ്പെടാവുന്ന ഒരു സംഗതിയാണ്. സമീപ സ്ഥാപനങ്ങളിലൊന്നും ഇങ്ങനൊരു നേട്ടം ഉണ്ടായിട്ടായി ഓർക്കുന്നില്ല. നമ്മുടെ സ്ഥാപനത്തിൽ 18 വർഷം തുടർച്ചയായി സേവനമനുഷ്ഠിച്ച ശ്രീ പീന ടീച്ചർ വൈസ് പ്രിൻസിപ്പളായി തുടരുന്നു. ഏതാണ്ട് അത്ര തന്നെ സമീപം വർഷം പഴക്കമുള്ള സർവീസുള്ള ശ്രീ ആബിദ മേഡം, അവരാണ് സ്റ്റാഫ് സെക്രട്ടറി. ഇവരോടൊപ്പം യോഗ്യതയും പരിചയ സമ്പന്നരുമായ സഹപ്രവർത്തകരായ അധ്യാപകരുടെ അകമഴിഞ്ഞ സേവനവും പരിശീലനവും ശ്രദ്ധയും കുട്ടികളിൽ നല്ല നിലവാരം നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചാരിതാർത്ഥ്യകരമായ ഒരു വസ്തുതയാണ്. കുട്ടികളിൽ വൈവിധ്യമാർന്ന കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ മത്സരം ബുദ്ധി വളർത്തുന്നതിനും ഉന്നതരും കഴിവുള്ളവരുമായ വിദഗ്ധരായ അധ്യാപകരുടെ സാന്നിധ്യം സ്ഥാപനത്തിനുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. വിശാലമായ ഒരു ഗ്രൗണ്ട് ഇപ്പോൾ നമുക്കുണ്ട് എന്നുള്ളത് മറ്റ് മിക്ക സ്ഥാപനങ്ങളിലും കാണാൻ കഴിയാത്ത ഒരു വസ്തുതയാണ്. അത് കുട്ടികൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്നുണ്ട്. കുട്ടികളിൽ പല പരിശീലനങ്ങളും ഇടയ്ക്കിടയ്ക്ക് നൽകാറുണ്ട്, പതിവുണ്ട്. JRC, അബാക്കസ്, കരാട്ട, വിവിധ കൗൺസിലിംഗ് ക്ലാസ്, എക്സസൈസ്, IAS കോച്ചിംഗ്, വിജയപദം തുടങ്ങിയവയൊക്കെ ഇതിൽപ്പെട്ടതാണ്. AHM ഹൈസ്കൂൾ വിജയിച്ച് പടിയിറങ്ങിപ്പോയ വിദ്യാർത്ഥികളിൽ അധികവും നല്ല തൊഴിലഭ്യസ്തരും ഉയർന്ന വിദ്യാഭ്യാസം നേടിയവരും ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, IT സ്കോളേഴ്സ്, പ്രൊഫഷണൽസ്, ടീച്ചേഴ്സ് എന്നിങ്ങനെ സമ്പുഷ്ടമായ ജോലി നേടി ജീവിതം കഴിക്കുന്നവരാണ്. പൂർവ്വ വിദ്യാർത്ഥികൾ ഈ എയ്ഡഡും അൺഎയ്ഡഡ് സ്കൂളിൽ തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്. സ്ഥാപനങ്ങളിൽ നിന്ന് പടിയിറങ്ങിയ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ അലുമിനി അസോസിയേഷൻ അംഗങ്ങളായ വിദ്യാർത്ഥികളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രോത്സാഹനവും സ്ഥാപനത്തിന് പതിവായി എത്തുന്നുണ്ട് എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമായ ഒരു വസ്തുതയാണ്. ഇവിടെ നിന്നും SSLC കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കി MD ഡോക്ടർ വിഭാഗത്തിൽ അംഗീകാരം നേടി മുൻ നമ്മുടെ ഇന്ത്യ പ്രസിഡന്റിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഈ ചിത്രം നമുക്കേറെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ ജംഷിയാണ് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത്. വെട്ടം AHM ഹൈസ്കൂൾ പൊതുവിദ്യാർത്ഥി സംഘടനയായ അലുമിനി അസോസിയേഷന് നേതൃത്വം കൊടുക്കുന്ന ഭാരവാഹികളാണ് അബ്ദുൽ മഹറൂഫ് HP, ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ, അദ്ദേഹം ചെയർമാനായിട്ടിരിക്കുന്നു. നമ്മുടെ CMT ഫൈസിൽ BSc നഴ്സിംഗ്, CH സെന്റർ കാലിക്കറ്റ്, അദ്ദേഹം സെക്രട്ടറിയായും ആണ് പ്രവർത്തിക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിലാണ് സംഘടന പ്രബലമായി നീങ്ങുന്നതെന്ന് പ്രത്യേകം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, 2 ദശാബ്ദത്തിലേറെ കാലം നമ്മുടെ സ്ഥാപനത്തിൽ കുട്ടികളുടെ സുരക്ഷയും രക്ഷയും നോക്കി ബസ് ഓടിച്ചു വരുന്നത് നമ്മുടെ ഡ്രൈവർ സാജിദാണ്. ഇബ്രാഹിം സാജിദ് KV അദ്ദേഹമാണ്. അദ്ദേഹത്തെ രക്ഷിതാക്കൾക്ക് വേണ്ടി ഈ അവസരത്തിൽ പ്രത്യേകം അനുമോദിക്കുന്നു. അടുത്ത വർഷത്തേക്കുള്ള മോണ്ടിസോറി KG വിഭാഗത്തിലേക്ക് അഡ്മിഷൻ ആരംഭിച്ച വിവരം അറിയിക്കുന്നു. ഈ അവസരത്തിൽ, ഈ മഹോത്സവത്തിൽ ഈ സംഗ്രഹം ശേഖരിച്ച് വിശദീകരിച്ച് അവതരിപ്പിച്ചത് സ്കൂൾ മാനേജ്മെന്റ് അംഗവും സ്കൂൾ അക്കാഡമിക് കമ്മിറ്റി കൺവീനറുമായ KV മൂസക്കുട്ടി മാസ്റ്റർ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.